എൻ്റെ പേര് പരമേശ്വരൻ. ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്നാണ് ബേസിക്കലി. ഇന്ന് ചെന്നൈയിൽ നിന്നാണ് സംസാരിക്കുന്നത്. എന്റെ ദൈവം, ഓടി നടക്കാണ് ലോകം മുഴുവൻ. ഓക്കെ, പറഞ്ഞോളൂ. പിന്നെ സാറിൻ്റെ കൂടെ കൂടിയിട്ട് ഏതാണ്ട് 2 വർഷമായി. ആദ്യമൊക്കെ എനിക്ക് വളരെ ചെറിയ കാര്യങ്ങൾ കേട്ടാലും ആരെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞാലും ഉടനെ എനിക്ക് മനസ്സിനകത്ത് ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സാറിൻ്റെ കൂടെ കൂടിയപ്പോൾ സാറ് ഒരു കാര്യം പറയാൻ പറയും. വാട്ട് ഈസ് യുവർ പ്രോബ്ലം എന്ന് തിരിച്ച് നമ്മളുടെ മനസ്സിനോട് തന്നെ ചോദിക്കാൻ പറയും. അത് ഭയങ്കര ഒരു ഇതാണ്. ആ ക്വസ്റ്റ്യനിങ് ഭയങ്കര ഒരു കാഴ്ച, ഒരു പുതിയ ഒരു പെർസ്പെക്റ്റീവ് തന്നതാണ്. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കും. വളരെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മനസ്സിനോട് തന്നെ ചോദിക്കും. പിന്നെ ആൻസർ അല്ലോ, മനസ്സിനത് ആക്ച്വലി അതൊരു വലിയ പ്രോബ്ലം അല്ല, ക്രിയേറ്റഡ് പ്രോബ്ലമാണത്. അങ്ങനെ കുറേ ദിവസം ഇങ്ങനെ സാറിൻ്റെ കൂടെ കൂടി. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഞാൻ വേറെ ക്ലാസ്സിനൊക്കെ പോയി ചേരും. അപ്പോൾ സാറിൻ്റെ ക്ലാസ് ആ സമയത്ത് വരുമ്പോൾ എനിക്ക് കയറാൻ പറ്റാതെ വരും. ആ ഒരു വിഷമമുണ്ട്. പിന്നെ അങ്ങനെ ആകുമ്പോൾ ആ പ്രാക്ടീസ് കുറയുമ്പോൾ വീണ്ടും പഴയ വിഷമങ്ങളിലേക്കൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു വെരി മച്ച് സാറേ. ഏലിയമ്മ മാഡം വന്നിട്ടുണ്ട്, വളരെ സന്തോഷം. താങ്ക് യു സർ. എന്നാ ഒരു 2 വാക്ക്, ഇപ്പൊ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ, ഒന്നും തുടങ്ങിയില്ല. 2 വാക്ക് പറഞ്ഞോളൂ. ഞാൻ എലിയമ്മ സൈമൺ. ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്നു. ഒരു റിട്ടയർഡ് കോളേജ് പ്രൊഫസറാണ്. ഇപ്പം ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. ഞാൻ സാറിൻ്റെ കൂടെ കുറേ നാളായി ട്രാവൽ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉഴപ്പും ഇടയ്ക്കിടയ്ക്കൊക്കെ മറ്റു പല കാര്യങ്ങൾ. ഉഴപ്പെന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ഉഴപ്പൊന്നുമല്ല, മറ്റു പല ഇത് വരുമ്പോൾ ഇതിനകത്ത് കയറി സമ്മതിക്കാനായിട്ട് സാധിക്കാതെ വരും. ഇന്നും ഞാൻ രാവിലെ കണ്ടിട്ട് പിന്നെ കയറാൻ പറ്റുമോ എന്ന് വിചാരിച്ചു. എനിക്കൊരു ക്ലയൻ്റ് ഉണ്ടായിരുന്നു. ക്ലയൻ്റ് പോയി കഴിഞ്ഞ ഉടനെ ഞാൻ കയറിയതാണ് ഇങ്ങോട്ട്. അതുകൊണ്ട് മനഃപൂർവ്വം അല്ല, പക്ഷെങ്കിൽ സംഭവിച്ചു പോകുന്നു, കയറാൻ പറ്റാതെ വരുന്നുണ്ട്. ഞാൻ സാറിൻ്റെ ക്ലാസ്സസ് ഒത്തിരി എൻജോയ് ചെയ്തു. അതിൻ്റെ ഒത്തിരി ഫലം എൻ്റെ ജീവിതത്തിലുണ്ട്. കാരണം ഇപ്പം ജീവിതം നല്ല സന്തോഷമാണ്. സന്തോഷം അത് ഞാൻ തന്നെ കണ്ടുപിടിക്കുന്നതാണ്. എന്ത് വന്നാലും സന്തോഷത്തിൻ്റെ ചിന്തകൾ കൊണ്ടുവരാനായിട്ട് മനഃപൂർവ്വമായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് ഇപ്പം ജീവിതം സന്തോഷമാണ്. ഞങ്ങൾ രണ്ടുപേരും തന്നെയുള്ളൂ ഇവിടെ. ഞങ്ങളുടെ ഇടയിൽ ഇപ്പം വളരെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഞങ്ങൾ ജീവിക്കുന്നു. മറ്റേ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇഷ്ടക്കേടുകളൊക്കെ പ്രകടിപ്പിക്കുമായിരുന്നു. വരുന്ന ഉടനെ ഞാൻ ചിലപ്പോൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ വന്നില്ലെങ്കിൽ ഞാൻ ഇഷ്ടക്കേടുകളൊക്കെ പ്രകടിപ്പിക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെ ഇപ്പൊ എനിക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനും പെരുമാറാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവിതം വളരെ സന്തോഷമാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെയല്ല, ആരോടാണെങ്കിലും മറ്റേതൊരു വ്യക്തിയോടാണെങ്കിലും അവരെ ഉൾക്കൊള്ളുകൊണ്ട് പൂർണ്ണമായിട്ട് അവരെ ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ജീവിതം വളരെ സന്തോഷമാണ് ഇപ്പം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. മാഡത്തിന്റെ മൊബൈൽ ഇച്ചിയുടെ മുകളിലോട്ട് പൊക്കി വെക്കാവോ? ഓക്കെ, ഞാൻ എൻ്റെ കൈ പിടിച്ചിരിക്കല്ലേ? ഓക്കെ, മനസ്സിലായി. ഇനി ആശാരാജ്. ആശാരാജ് ഫ്രീ ആണോ? സാർ, ഞാൻ ഫ്രീ ആണ്. ഞാൻ ഇതിലുണ്ട്, പക്ഷെ എനിക്ക് വീഡിയോ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ റേഞ്ച് വളരെ കുറവായിട്ട്. വീഡിയോ വേണ്ട, പറഞ്ഞാൽ മതി. ഓക്കെ, എന്താ പറയാ, തോമസ് സാറിന്റെ കൂടെ ഉണ്ട് കുറേ കാലമായിട്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ വളരെ നേരത്തെ പറഞ്ഞതുപോലെ, പരമേശ്വരൻ സാർ പറഞ്ഞതുപോലെ വളരെ മൈൻഡ് വളരെ ക്വയറ്റ് ആകും, കാം ആകും. അപ്പോ കുറച്ചൊരു ഗ്യാപ്പ് എടുക്കും, വീണ്ടും അതിനെക്കാട്ടി പ്രക്ഷുബ്ധാവസ്ഥയിലേക്ക് വരും. ബോഡി സാറിനെ വിളിക്കും. സാർ എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു പറ്റേണൽ ഒരു വാത്സല്യം പോലാണ് സാർ എന്നോട് കാണിക്കുന്നത്. അങ്ങനെ കെയർ ചെയ്ത് എല്ലാ ദിവസവും ഇപ്പോ
എന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇങ്ങനെയല്ല അങ്ങനെയാണ് വേണ്ടത് എന്നൊരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഒരു ഗുഡ് മോർണിംഗ് എനിക്ക് കാണും. ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്യും. അതെന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. എൻ്റെ മനസ്സിന്റെ യാത്രകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഓർമ്മപ്പെടുത്തൽ. അങ്ങനെ കൊണ്ടുപോയിട്ട് ആ രീതിയിൽ എന്നെ കൊണ്ട് നടക്കുന്ന ഒരു ഗുരുനാഥനാണ് തോമസ് സാർ. ഒരുപാട് സന്തോഷം സാറിനെ പരിചയപ്പെടാൻ സാധിച്ചതിൽ, ഇതിൽ കയറാൻ സാധിക്കുന്നതിലൊക്കെയുള്ള നന്ദിയും പക്ഷെ ഒക്കെ അറിയിക്കുന്നു. എവിടുന്നാന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. എന്റെ സ്വദേശം കൊല്ലമാണ്. ഞാൻ ഇപ്പൊ കൊല്ലത്താണ് ഇരിക്കുന്നതെങ്കിലും ഞാൻ ജോലി ചെയ്യുന്നത് വയനാടാണ്. അപ്പോ കൊല്ലത്തും വയനാടുമായിട്ടുള്ള ഒരു യാത്രയാണ് എനിക്കിപ്പോ. അപ്പൊ വയനാടാണ് ജോലി ചെയ്യുന്നത്. പിന്നെ ഭർത്താവ് 3 മക്കൾ ഒക്കെ ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. ഒക്കെ ചർച്ച ചെയ്യുന്നില്ല. മനുഷ്യന്റെ മനസ്സാണ്, അതിനെപ്പറ്റിയാണ്. അതാണ് ഈ NLP എന്ന് പറയുന്നത്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഇൻസ്ട്രക്ഷൻ ബുക്ക് ഹൗ ദ മൈൻഡ് വർക്ക്സ്. ഈ മനസ്സ് ജോലി ചെയ്യണമല്ലോ. ആ ജോലി ചെയ്യുന്നത് NLP ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ മനസ്സ് ജോലി ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് NLPയുടെ ബുക്ക് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം NLP എന്ന് പറഞ്ഞാൽ മൈൻഡ്. ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ മൈൻഡ്, അങ്ങനെയല്ലേ പൊതുവെ അങ്ങനെയല്ലേ പറയുന്നത്. ഞാൻ എൻ്റെ മനസ്സാകുന്നു. അത് സാധാരണ ഒരു ലെവലിലേക്കാര് ഞാൻ പറഞ്ഞു കേട്ടോ. നിങ്ങൾ ഹൈ ലെവലിലേക്കൊന്നും പോകണ്ട. പൊതുവെ ഒരു സാധാരണ ലേമൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സാകുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ള ചിന്തകൾക്കനുസരിച്ച് കാര്യങ്ങളൊക്കെ കാണും. ഇനി അടുത്ത ചോദ്യം ഇതാണ്, നമ്മൾ ഈ മനസ്സിൽ പുറമേയുള്ള സംഗതികളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ പുറത്തെ ലോകത്ത് നടക്കുന്ന എല്ലാം എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഡ്രീം കാണുമ്പം അങ്ങനെയല്ല കാണുന്നത്. എല്ലാവരും അതിന് കശപിശാന്നാണ് കിടക്കുന്നതല്ലേ. ഒന്നിനും ഒരു ഓർഡർ ഇല്ല. അപ്പം നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇങ്ങനെയല്ലല്ലോ എൻ്റെ വീടിരുന്ന്, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരിരുന്ന്, അവരിരുന്ന കൂട്ടുകാരെന്നൊക്കെ വിചാരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഞാൻ ചെറുപ്പകാലത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ലോങ് ജമ്പ് ചാടുമായിരുന്നു. ലോങ് ജമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. അപ്പം ഞാൻ പഠിച്ചത് വയനാട്ടിലാണ്. സ്കൂളിലൊരു പിറ്റുണ്ട്, വീട്ടിൽ ഞാൻ പിറ്റുണ്ടാക്കിയിരുന്നു. പക്ഷെ ഞാൻ പിന്നീട് സ്വപ്നം കാണുമ്പോൾ ഞാൻ ആദ്യം ജനിച്ച വീട്ടിലാണ്. ലോങ് ജമ്പ് ചാടുകയാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ചാടി കഴിഞ്ഞ് അങ്ങോട്ട് പറന്ന് പോകുന്ന കാണാം. അപ്പോൾ അതിൻ്റെ ചുറ്റുപാടുള്ള പറമ്പൊക്കെ എൻ്റെ ചുറ്റുപാടുള്ള പറമ്പുകളാണ്. അപ്പോൾ ഞാൻ ചെയ്തതും കാണുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന്. മനസ്സ് നിറഞ്ഞിങ്ങനെ കിടക്കാണ്. അതായത് നമ്മൾ ജനിച്ചപ്പം അതിലുള്ള കണ്ടതും കേട്ടതും അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ കയറി കിടന്നിട്ട് എവരിത്തിങ് ഈസ് സ്കാറ്റേഡ്. ഒന്നിനും ഒരു ഓർഡർ ഇല്ലാതെയാണ് കിടക്കുന്നത്. അപ്പം അതിനെ നമ്മൾ ഓർഡർ ആക്കണം. ഓർഡർ ആക്കിയിട്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 3 ഡയമെൻഷനായിട്ടുള്ള ഒരു ഓർഡർ ആക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു വീഡിയോ ആക്കിയിട്ട് നമ്മൾ നമ്മുടെ കൊണ്ട് നടക്കണം. എന്ന് പറഞ്ഞാൽ that we will be seeing or hearing the conscious mind. ഈ കോൺഷ്യസ് മൈൻഡിൽ ഇതിനെ നമ്മൾ കൊണ്ടു നടന്ന് അത് തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് മുഴുവൻ ഈ ഇങ്ങനെ അലവലാതിയായിട്ട് കിടക്കുന്നേ. അതിൻ്റെ ഇടയ്ക്കോട്ട് ഇതിനെ കയറ്റി അതിനോട്ട് കയറ്റി കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളതൊരു ആലങ്കാരികമായ ഒരു ഭാഷ കേട്ടാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡ്രീമാണ് അങ്ങോട്ട് കയറ്റിയത് എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു അഡീഷണലായിട്ട് ഒരു ഡിഗ്രി എടുക്കുന്നോ, ഒരു PhD എടുക്കുന്നോ, അല്ലെങ്കിൽ ഒരു വീട് പണിയുന്നതോ, അല്ലെങ്കിൽ ഒരു നല്ല ഡാൻസറായി തീരുന്നതോ, അല്ലെങ്കിൽ ഒരു പാട്ടുകാരനായി തീരുന്നതോ, എനിവേ ഇറ്റ്സ് എ ഡ്രീം. അങ്ങനെയല്ലേ ഡ്രീം എന്ന് പറയുന്നത്. ഐ ഹാവ് എ ഡ്രീം, അങ്ങനെയല്ലേ പറഞ്ഞത്. അതാണ് എൻ്റെ ഡ്രീം. എനിക്കെന്ന് പറഞ്ഞാൽ ആ ഡ്രീം എന്ന് പറയുമ്പോൾ തന്നെ ഉള്ളിലുണ്ട് ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല, എന്താണ് അല്ലെങ്കിൽ നടന്ന കാര്യങ്ങളോ അല്ല നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഐ ക്യാൻ ഡ്രീം ഇറ്റ്. അങ്ങനെ അത് എൻജോയ് ചെയ്യും. ആ ഡ്രീം ഇറ്റ് എൻജോയ് ചെയ്യും. അത് വേണ്ട വിധത്തിൽ എൻജോയ് ചെയ്താൽ മതി. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വേറെ ചില സംഗതികളൊക്കെ വരും. ശരിക്കും ഡാൻസർ ആകുമോ? അപ്പോൾ ഇത് വീണ്ടും സ്കാറ്റേഡായി.
അപ്പോൾ നമ്മുടെ ഡ്രീമിനെ ഡിസ്റ്റർബ് ചെയ്യുക അല്ലെങ്കിൽ വികൃതമാക്കാൻ വേണ്ടിയിട്ട് വേറെ ചിന്തകളൊക്കെ വരും. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഡ്രീം ഉണ്ടാക്കി ആ ഡ്രീമിനെ അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പം ഇത് പറഞ്ഞ സ്ഥിതിക്ക് പറയാം, ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന ഇവിടെ ഉള്ള പല ആൾക്കാരും പഠിച്ചിട്ടുള്ളത് മൈൻഡ് മാസ്റ്ററി എന്ന് പറഞ്ഞൊരു കോഴ്സും കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ പഠിപ്പിക്കും. അതിനകത്താണ് ഈ പറഞ്ഞ ഡ്രീമിനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നത്. അപ്പം ഇത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ സംഗതി അങ്ങ് പോക്കോളും. അങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാർക്കും ചേഞ്ചസ് വന്നിരിക്കുന്നതെന്ന് പറയും. അതാണ് ചില ആൾക്കാർ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിട്ടുപോകും, കാരണം ആ ഡ്രീമിൽ നിന്ന് പുറത്താകും. ഡ്രീം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ലിക്വിഡായിട്ടോ അല്ലെങ്കിൽ സോളിഡായിട്ടുള്ള സാധനങ്ങൾ തന്നെയല്ല കേട്ടോ. ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു ഡ്രീമാണ്. ഐ വാണ്ടഡ് ടു ലിവ് ഹാപ്പിലി, ദാറ്റ്സ് എ ഡ്രീം. അതല്ലേ ഇപ്പം ഏലിയമ്മ മാഡം പറഞ്ഞത്. ഇപ്പം ഞങ്ങൾ തമ്മിൽ ഭയങ്കര സന്തോഷത്തിലാണ് ഇപ്പോൾ കഴിയുമെന്ന് പറഞ്ഞത്. ദിസ് വാസ് എ ഡ്രീം. ആ ഡ്രീം സാക്ഷാത്കരിച്ച എപ്പോഴാണ്? ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം. പരമേശ്വര സാറും തന്നെ ഇത് തന്നെയാണ് പറഞ്ഞത്. ആ ഡ്രീമിൽ നിന്ന് വേറെ പല സംഗതികളിലേക്കും പോയി കഴിയുമ്പം വീണ്ടും സ്കാറ്റേഡായി. നമ്മുടെ ആശാ മാഡം ഇത് തന്നെയാണ് പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിട്ടുപോകും. അപ്പോൾ പിന്നെ ഞാൻ അവസാനം പറഞ്ഞു, ബി ഇൻ കോണ്ടാക്ട് വിത്ത് മീ ഓൾവേസ് എവറി ഡേ. അപ്പോൾ പുള്ളിക്കാരത്തെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ ഒരു ഗുഡ് മോർണിംഗ് വിടും. അപ്പം ഞാൻ അത് അക്നോളജ് ചെയ്തു. അപ്പോൾ നമ്മൾ തമ്മിൽ ബന്ധപ്പെട്ടു, തീർന്നു, അത്രയും മതി. അപ്പം 24 മണിക്കൂർ നേരത്തേക്ക് ആ എനർജി അവിടെ നിലനിൽക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രീം അവിടെ നടക്കും. ഡ്രീം കുഡ് ബി എനിത്തിങ്. ചിലപ്പോൾ വീട്ടിലൊരു സമാധാനമായിരിക്കും, ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ സന്തോഷമായിട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഡ്രീം കുഡ് ബി എനിത്തിങ്. അത് ഫുൾഫിൽ ചെയ്യുക, അത് സാധ്യമാക്കി എടുക്കുക എന്നുള്ളതാണ് NLP കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, അപ്പം സാറേ എന്നെ ആ ഡ്രീം അങ്ങ് പഠിപ്പിച്ചാൽ മതി. അത് അങ്ങനെ പഠിപ്പിച്ചാൽ പഠിക്കുന്ന ഒരു സാധനമല്ല. ഇത് നമ്മൾ പറയാനുണ്ട്, കുട്ടികൾ പഠിക്കുന്നത് ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടല്ല. അറിയാമോ? എല്ലാവർക്കും അറിയാമായിരിക്കും. ബട്ട് എങ്ങനെയാണ് അവർ പഠിക്കുന്നത്? ദേ ആർ നോട്ട് സ്റ്റഡിയിങ്, ദേ ആർ ലേണിങ്. നിങ്ങൾ പഠിപ്പിച്ചിട്ടല്ല നിങ്ങളെ പഠിക്കുന്നത്, അവർ പഠിച്ചിട്ടാണ്, അവർ ലേൺ ചെയ്തിട്ടാണ് അവർ പഠിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഹൈ മാർക്ക് കിട്ടണ്ടേ? ചില കുട്ടികൾ പഠിക്കുന്നില്ല, ദേ ആർ നോട്ട് ലേണിങ്. നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ പഠിപ്പിച്ചുകൊണ്ട് പ്രയോജനമില്ല. പഠിപ്പിച്ചുകൊണ്ടും പ്രയോജനമുണ്ട്. പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ലേൺ ചെയ്യണം. അപ്പം അവിടെ പ്രശ്നം കിടക്കുന്നത് വെച്ചാൽ, നിങ്ങൾ പഠിപ്പിക്കുന്ന യു ഷുഡ് ടീച്ച് ദ സ്റ്റുഡൻസ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ വിൽ ബി ഏബിൾ ടു ലേൺ ഇറ്റ്. പക്ഷെ പലരും പഠിപ്പിക്കുന്നത് അവർക്ക് ലേൺ ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു ടെക്നിക്കാണ്, അതൊരു സ്കില്ലാണ്. ആ സ്കില്ല് കിട്ടിക്കഴിഞ്ഞാൽ സംഗതി അവർ പഠിച്ചോളും. ആ സ്കില്ലിൻ്റെ അകത്ത് കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ അതിൻ്റെ ഭാഗം, അതങ്ങനെ പൊക്കോട്ടെ. അപ്പോൾ NLP പഠിക്കുക എന്നുള്ളതാണ്, ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ആവശ്യം. പഠിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആ ലെവലിലേക്ക് വരും. യു വിൽ സ്റ്റാർട്ട് ഫുൾഫില്ലിങ് യുവർ ഡ്രീംസ്. അപ്പം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇച്ചിരി തിയറി പറയുകയാണെങ്കിൽ, ഇപ്പോൾ വന്ന സ്ഥിതിക്ക് NLP എന്നും കൂടെ അതിൻ്റെ അകത്ത് എഴുതിയിരുന്നില്ല. യു ഷുഡ് നോ വാട്ട് ഈസ് NLP. NLP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊക്കെ ഒരു പുറം ലോകം, നമ്മൾ സഞ്ചരിക്കുന്ന ജീവിക്കുന്ന ഒരു ലോകമുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എൻ്റെ ലോകമാണ്. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ കൂട്ടുകാര്, വീട്ടുകാര്, നാട്ടുകാര്, അയലോകംകാര്, ലോകം മുഴുവൻ, ഗവൺമെൻറ്, ഈ പറയുന്ന കാണുന്നതും കേൾക്കുന്നതും എല്ലാം നമ്മുടെ ലോകമാണ്. അതാണ് പുറം ലോകം എന്ന് പറയുന്നത്. ഈ പുറം ലോകം 100% അകത്തേക്ക് കയറുന്നുണ്ട്. പക്ഷേ അതിനകത്ത് കയറാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ബ്രെയിന് അതിനുള്ള കഴിവില്ലാത്തതിൻ്റെ പേരിൽ അതിൻ്റെ ഏതാണ്ട് എത്രയാ, നിങ്ങളാരെങ്കിലും പറ, NLP അറ്റൻഡ് ചെയ്ത് എത്രയാ കയറുന്നത്? 163 bits of information.
ആ ഏതാണ്ടൊക്കെ ശരിയാണ്. വോയിസ് 20 തട്ടിപ്പോയോ? ലക്ഷം ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ് ഒരു സെക്കൻഡിൽ നമ്മളിലേക്ക് വരാൻ ശ്രമിക്കുന്നത്. പക്ഷേ നമ്മുടെ കപ്പാസിറ്റി അത്ര ഇല്ലാത്തതിൻ്റെ പേരിൽ ഔട്ട് ഓഫ് 20 lakhs 134 അകത്തേക്ക് കയറും. അപ്പം എന്തൊരു കയറുന്നുണ്ടെന്ന് ആലോചിച്ചുകൊണ്ടാൽ മതി. വിശ്വസിക്കാൻ പറ്റിയല്ല, വിശ്വസിക്കണ്ട, ആരും എഴുതി വെക്കണ്ട. ഞാനിതിൻ്റെ വീഡിയോ അയച്ചു തരാം. ഈ ഗ്രൂപ്പിലൊരു യൂട്യൂബിൽ ഇട്ടേക്കാം. ഈ ഗ്രൂപ്പിലുണ്ടായിരിക്കും. പിന്നീട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചാൽ മതി. ഇവിടെ തന്നെ വേണേലും ടൈം ഉണ്ടെങ്കിൽ സംശയങ്ങൾ ചോദിക്കാം. എനിവേ, അപ്പോൾ ഇതാണ് 134 ഉള്ളൂ നമുക്ക് കിട്ടുന്നത്. ആ കിട്ടുന്ന ഈ പറഞ്ഞ പോലെ ഇറഗുലർ ആയിട്ടാണ് കയറുന്നത്, അല്ലെങ്കിൽ നമ്മൾ കയറ്റുന്നത്. നമ്മളാരും കയറ്റുന്നില്ല. കോൺഷ്യസ്ലി യുവർ സബ് കോൺഷ്യസ്ലി ഇറ്റ് ഈസ് കമ്മിങ് ഇൻസൈഡ്. അപ്പം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ലോകം ഇത്രയേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് 100% ഉണ്ടെന്നുള്ളതാണ്. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ പൊതുവെ പറയുന്നത് ഐ നോ എവരിത്തിങ്. ഇല്ലേ, നമ്മൾ പറയാറില്ലേ? നമ്മൾ നമ്മുടെ പിള്ളേരോട് പറയും എനിക്കെല്ലാം അറിയാം. അപ്പം ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ, ഈ ജെൻസിപ്പെട്ട പിള്ളേരാണെങ്കിൽ ഇങ്ങോട്ട് മാറി നിന്നിട്ട് പറയും എന്നാ അറിയാം, നീ എന്നാടാ പുറകുറുക്കുന്നത്? ഞാനൊന്നും പറഞ്ഞില്ല. എന്താ അവർ പറയുന്നു? അപ്പനെ എന്നാ അറിയാം? ചുമ്മാ തട്ടി വിട്ടേക്ക. മകൻ വാവ വിളിക്കുന്നതിന് മുമ്പിലേ തന്നെ, അല്ലെങ്കിൽ മകള് വാവ വിളിക്കുന്നതിന് മുമ്പിലേ തന്നെ അപ്പം പറയും ഐ നോ വാട്ട് യു ആർ ഗോയിങ് ടു സേ, ഷട്ട് അപ്പ് യുവർ മൗത്ത്. ഇതാണ് നമ്മൾ ഉണ്ടായപ്പം മുതൽ, പഴയ കാലം മുതൽ ഈ കാലം വരെ നടക്കുന്ന കാര്യങ്ങൾ. നമ്മുടെയൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാം. അതിനാണ് മലയാളത്തിലൊരു പഴഞ്ചൊല്ലുള്ളത്, ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പെന്ന് പറയും. അപ്പം ഞാൻ എല്ലാം അറിയാമെന്നുള്ള ധാരണയിലാണ് നമ്മൾ നടക്കുന്നത്. എല്ലാവരും അങ്ങനെ വിശ്വസിച്ച് നടക്കുന്നത്. അപ്പം അതവരുടെ കുഴപ്പമല്ല, നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന അങ്ങനെയാണ്. അതുകൊണ്ട് NLP പഠിച്ചവരെങ്കിലും അവരെ പറയും, അല്ലെങ്കിൽ ഉള്ളിൽ ധരിക്കും ഞാൻ എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എല്ലാം ഒന്നും ശരിയല്ല, എന്നാൽ തെറ്റുമല്ല. എൻ്റെ കാഴ്ചപ്പാട് അതൊക്കെ ശരിയാണ്. കാരണം ഞാനിതെല്ലാം ശരിയാന്നുള്ള ധാരണയല്ല കയറ്റിയിരിക്കുന്നത്. ഉദാഹരണത്തിന് ചെറിയ ചെറിയ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. നിങ്ങൾ പോരുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റ് കണ്ടു. ബൈക്കോ കാറോ ലോറിയോ ഒക്കെ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ പിക്ചർ അല്ലെങ്കിൽ ആ വീഡിയോ അത് നിങ്ങളുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ട്. ആ കയറിയതിൻ്റെ കൂടത്തിൽ നിങ്ങളുടേതായ ഒരു ഡയലോഗും കൂടെയുണ്ട്. അപ്പോൾ ഉള്ളിൽ കയറി കിടക്കുന്ന വീഡിയോ ഈസ് അറ്റാച്ച് വിത്ത് എ ഡയലോഗ്. ആ ഡയലോഗ് ആ വീഡിയോനെ വികൃതമാക്കും. ഇങ്ങനെയാണ് കയറുന്നതെല്ലാം. ഇതിനെ ചുരുക്കി പറഞ്ഞാൽ ജഡ്ജിങ് എന്ന് പറയും. അതുകൊണ്ടാണ് പല ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത് ഡു നോട്ട് ജഡ്ജ് അതേഴ്സ് ആൻഡ് യുവേഴ്സ്. അപ്പം നിങ്ങൾ ചോദിക്കുക അത് ബൈബിളിലുള്ളതല്ലേ? ഈ പറഞ്ഞ സൈക്കോളജി, NLP എന്ത് സാധനമാണെങ്കിലും എവറിത്തിങ് ഈസ് റിട്ടൺ ബേസ്ഡ് ഓൺ ദീസ് ബുക്സ്. പക്ഷെ എഴുതിയവർക്ക് അതറിയത്തില്ല, അല്ലെങ്കിൽ അവരിത് പറയുന്നില്ല. നമ്മളിത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമുക്ക് ഏതൊക്കെ ഗ്രന്ഥങ്ങൾ അറിയാവോ? അത് ഈ ഗ്രന്ഥത്തിൽ ഇങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്. എക്സാക്ട്ലി സെയിം വേർഡിങ് ആയിരിക്കില്ല, അതിൻ്റെ മീനിങ് വിൽ ബി സെയിം. അതുകൊണ്ട് ഈ പറയുന്ന NLP എന്ന് പറഞ്ഞ ഒരു സാധനം ചിലരൊക്കെ കണ്ടുപിടിച്ചു, അല്ലെ ഡിവൈസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. അവരൊക്കെ എവിടെ നിന്ന് കിട്ടി? നമുക്കൊരു ധാരണയുണ്ട് വി ക്യാൻ ക്രിയേറ്റ് സംതിങ്, അല്ലേ? പടം, പാട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, പടം വരയ്ക്കുന്നു, സിനിമ ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്കൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം നോവെയർ. നമ്മൾ ഉണ്ടാക്കുന്ന മുഴുവനും എവറിത്തിങ് ഇസ് കമ്മിങ് ഫ്രം ദ ഔട്ട്സൈഡ് വേൾഡ്. അപ്പം നിങ്ങളൊരു ഡ്രീം ക്രിയേറ്റ് ചെയ്തെന്ന് കൂട്ടിക്കോ. ആ ഡ്രീം നിങ്ങൾക്ക് കാണാത്തതും കേൾക്കാത്തതും എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ?
നിങ്ങളൊരു വീട് ഡ്രീം ചെയ്യുകയാണെങ്കിൽ ഉള്ള എവിടെയെങ്കിലും കണ്ട ഒരു വീടുമായിട്ട് അതിൽ ചില മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ആ മോഡിഫിക്കേഷൻ വേറെ എവിടെന്നെങ്കിലും എടുത്തിട്ടായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. ദാറ്റ്സ് കോൾഡ് ക്രിയേഷൻ. അതാണ് നമ്മുടെ സോ കോൾഡ് ഡ്രീം എന്ന് പറയുന്നത്. ഒരു പാട്ടുണ്ടാക്കുകയാണെങ്കിലും പ്രകൃതിയിൽ കേട്ട അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. പിക്ചർ ആണെങ്കിലും അതുപോലെ തന്നെ. എവറിത്തിങ് ഈസ് സോ കോൾഡ് ക്രിയേഷൻ എന്ന് പറയുന്ന എല്ലാം പ്രകൃതിയിൽ നിന്നും അല്ലെങ്കിൽ ഔട്ട്സൈഡ് വേൾഡിൽ നിന്നും കിട്ടുന്നതാണ്. ഈ ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് കിട്ടിയ സാധനം ഇറഗുലർ ആയിട്ടാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സാധനം ഇറഗുലർ ആയിരിക്കും. അതുകൊണ്ടാണ് ഒരു ക്രിയേഷനും പെർഫെക്ഷനിലേക്ക് വരാത്തത്. ഏത് ക്രിയേഷൻ കണ്ടാലും നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും കുറവ് പറയാൻ പറ്റും. ഒരു കാരണം അയാള് കാണുന്ന ലോകത്തിൽ കൂടെയാ, അയാളുടെ ലോകത്തിൽ കൂടെ അയാൾ ഈ ക്രിയേഷനെ കാണുന്നത്. അപ്പോൾ അയാളുടേതായ കുറവുകൾ വന്നു. അതുകൊണ്ടാണ് സോ കോൾഡ് പെർഫെക്ഷൻ എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പറയുന്നത് യു ഷുഡ് നെവർ ഗോ ഫോർ പെർഫെക്ഷൻ. അപ്പോൾ ചോദിക്കും, സാറേ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കണ്ടേ? ഈ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ടെക്നോളജിയലി പെർഫെക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ മൂണിൽ പോയി ലാൻഡ് ചെയ്യണമെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ സംഗതികളൊക്കെ നമ്മൾ ചെയ്യണം. ഒരു സ്ലൈറ്റസ്റ്റ് ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ എത്തിയല്ല. അങ്ങനെയാണല്ലോ നമ്മുടെ ചിലതൊക്കെ സംഗതി സംഭവിച്ചതൊക്കെ. ഇപ്പോൾ ടെക്നോളജിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. വി ആർ ടോക്കിംഗ് സൈക്കോളജിക്കലി ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത്, മനസ്സിൻ്റെ തലത്തിലുള്ള കാര്യം. അപ്പോൾ ഡ്രീം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NLP പഠിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു. NLP പഠിക്കാന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ക്ലാസ് കേട്ടുകൊണ്ടൊന്നും ആവത്തില്ല. അതിൻ്റെ ബേസിക് ഉണ്ട്, പിന്നെ അതിൻ്റെ അഡ്വാൻസ് ഉണ്ട്, പിന്നെ ഇതൊക്കെ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കുറേ കേട്ട് കഴിയുമ്പം നിങ്ങളുടെ സബ് കോൺഷ്യസ്. നമ്മുടെ പ്രശ്നം എന്നാന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ഇതെല്ലാം നമ്മുടെ കോൺഷ്യസ് മൈൻഡിലാണ് കിടക്കുന്നത്. ഈ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പോയി രജിസ്റ്റർ ചെയ്യുമ്പോൾ മാത്രമേ ഐ വിൽ ബിക്കം ദാറ്റ്. അതാണ് ഐ ആം മൈ തോട്ട്സ് എന്ന് പറയും. ഐ ആം മൈ തോട്ട്സ് എന്ന് പറഞ്ഞാൽ ഈ കോൺഷ്യസ് മൈൻഡിലുള്ള തോട്ട്സ് അല്ല, സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നത് ആ സാധനമാണ് ഞാനെന്ന് പറയും. ഇപ്പം ഞാൻ എന്ന് പറയുന്നത് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അതാണ് ലോകം. എൻ്റെ ലോകം എന്ന് പറയുന്നത് അതാണ്. ഇനി നിങ്ങൾ അതിനെപ്പറ്റി ഇഷ്ടംപോലെ സംഗതികൾ പഠിച്ചിട്ടുണ്ട്. ലോ ഓഫ് അട്രാക്ഷന്, സൈക്കോളജി, ഗസ്റ്റാൾട്ട് തെറാപ്പി, TA, ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. എല്ലാ സംഗതി ഇത് തന്നെയാണ്. യൂണിവേഴ്സ്, പ്രപഞ്ചം, ഇതെല്ലാം പ്രപഞ്ചത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രപഞ്ചത്തിൻ്റെ വേവലന്തിൽ എത്തിക്കഴിഞ്ഞാൽ ഐ വിൽ ബിക്കം വൺ വിത്ത് പ്രപഞ്ചം. യൂണിവേഴ്സും ഞാനും കൂടെ ഒന്നാകുന്ന അപ്പോഴാണ്. അതൊക്കെ ഒരു ഇച്ചിരി ഹൈ ലെവൽ തിങ്കിങ് ആണ്. ആ ലെവലിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, സംശയം വിളിച്ച് ചോദിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ക്ലാസ്സുകൾ റെഗുലർ ക്ലാസ് എടുക്കുമ്പോൾ കുറേശ്ശെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ചിലർക്കൊക്കെ അത് ഗുണം ചെയ്യുക. അതുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് എൻ്റെ ക്ലാസ്സുകൾ കേൾക്കണം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഈ കേട്ടതിനെ പറ്റിയോ അല്ലാത്തതിനെ പറ്റിയോ എന്ത് വേണേലും ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിയുകയാണ്. മിനിഞ്ഞാന്നൊരു ക്ലാസ് ഉണ്ടായിരുന്നു, മെറ്റാ കോഗ്നിഷൻ. ഇതിനകത്ത് ഉണ്ടായിരുന്നവർ 1-2 പേരെ കണ്ടെന്ന് തോന്നുന്നു. അതും ഇതൊക്കെ ഏതാണ്ട് സെയിം ആകട്ടോ. അപ്പോൾ ഞാൻ അതിനകത്തും പറഞ്ഞു വെച്ച ഇതാണ്, മെറ്റാ കോഗ്നിഷൻ എന്ന് പറയുന്ന ഒരു ഇൻ്റലിജൻസ് ആണ്. ഇൻ്റലിജൻസ് എന്ന് കേട്ട് കഴിയുമ്പം പലതരത്തിലുള്ള ഇൻ്റലിജൻസ് ഉണ്ട്. അതിനകത്ത് ഒരു ഹയസ്റ്റ് ഫോം ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നതാണ് മെറ്റാ കോഗ്നിഷൻ. ഈ ബാക്കി മറ്റേ എല്ലാ ഇൻ്റലിജൻസും നമുക്കുണ്ട്. വി ആർ വർക്കിംഗ് വിത്ത് ദാറ്റ്, വി ആർ ലിവിങ് വിത്ത് ദാറ്റ്. പക്ഷേ ഈ മെറ്റാ കോഗ്നിഷൻ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ആ ഡെവലപ്പ് ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ് NLP എന്ന് പറയുന്നത്. NLPയുടെ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ what you are doing, the way you are living is മെറ്റാ കോഗ്നിഷൻ എന്ന് പറയുന്ന ആ ഇൻ്റലിജൻസിൽ കൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ ഒരു ഡ്രീം, ശരിക്കും ഒരു കറക്റ്റ് ഡ്രീം നിങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ
മെറ്റാ കോഗ്നിഷൻ ആണ്. അതാണ് മെറ്റാ കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ. അതിൻ്റെ മലയാളം നമുക്കറിയാവോ? അതായത് മനസ്സിൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും കോഗ്നിഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എല്ലാ പ്രവൃത്തികളും ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ട്. ആ കഴിവിൻ്റെ അടുത്ത ലെവലാണ് മെറ്റാ എന്ന് പറഞ്ഞാൽ സംതിങ് ബിയോണ്ട്. അപ്പോൾ ആ കോഗ്നിഷൻ അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാനിപ്പം ഏതാണ്ട് 2 മണിക്കൂർ ഉണ്ടായിരുന്നു അന്നത്തെ ക്ലാസ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. സാധാരണഗതിയിൽ നമ്മൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 24 മണിക്കൂറേ അത് ഓടിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ അതിനെ കട്ട് ഷോട്ട് ചെയ്തിട്ട് അതിൻ്റെ അത്യാവശ്യമുള്ള എസൻസ് മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ അതൊരു 30 മിനിറ്റ്സ് ആയിട്ട് ഇപ്പോൾ അവിടെ കിടപ്പുണ്ട്. മെറ്റാകോഗ്നിഷൻ എന്നുള്ള എൻ്റെ ഇതിനകത്ത് പോകണമെന്നില്ല. നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. യു ക്യാൻ സീ ഇറ്റ്. ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണലി ഞാൻ അയച്ചു തരാം. അപ്പോൾ ആർക്കെങ്കിലും ചോദിക്കണമെന്നെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിനെപ്പറ്റി പല ആൾക്കാരും പറഞ്ഞു. ഇതാണ് അതിനകത്ത് പല ആൾക്കാരും ചോദിച്ചായിരുന്നു. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പലർക്കും മനസ്സിലായി കൃത്യമായിട്ട് എന്താ സംഗതി എന്നുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടല്ല വേറെ വേറെ കാര്യങ്ങളാണ് ചോദിച്ചത്. ഹേലിയമ്മ മാഡം, സ്റ്റാർട്ട് വിത്ത് എന്തോ സർ? സർ, നമ്മുടെ കോഗ്നീഷനെ, നമ്മുടെ ചിന്തകളെ ഒബ്സർവ് ചെയ്യാനുള്ള ഒരു പാഠവം, ഒരു കഴിവ്. എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു, എന്താണ് ആ ചിന്ത വരുന്നത്, എങ്ങനെയാണ് ആ ചിന്ത വരുന്നത് എന്നൊക്കെ നമ്മൾ നിരീക്ഷിക്കാനുള്ള പാഠവത്തിനാണ് മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്. 100% ശരിയാണ്. തിങ്കിങ് അബൌട്ട് തിങ്കിങ്. അതെ, തിങ്കിങ് അബൌട്ട് തിങ്കിങ്. ഹൗ, വെൻ, വാട്ട്, വൈ. അപ്പോൾ നമ്മൾ ഡ്രീം ഉണ്ടാക്കുമ്പം സ്കാറ്റേഡ് ആയിട്ടാണല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ ചോദിച്ച് മനസ്സിലാക്കി അതിനെ എല്ലാം കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഈ കറക്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്നാന്ന് വലിയ മാഡത്തിന് അറിയാവോ? നമുക്ക് സ്ട്രീം ലൈൻ ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ഗോളിലേക്ക് എത്താൻ പറ്റും. ഒക്കെ ശരിയാണെങ്കിലും അതുപോലുള്ള വ്യത്യാസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്നതെല്ലാം മനസ്സിലിട്ട. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഇതിൻ്റെ ഈ പറഞ്ഞ തിങ്കിങ് പാറ്റേൺ വന്നു കഴിഞ്ഞു. അല്ല, മനസ്സിൽ അതാണ് വരുന്നത്. ഇത് നമ്മൾ വി ആർ ചേഞ്ചിങ് ദ പാറ്റേൺ ഓർ ഇൻ ദ ബ്രെയിനിൽ തന്നെ ഫിസിക്കൽ ചേഞ്ചസ് ആണ് വരുത്തുന്നത്. ന്യൂറോ സൈക്കോളജി പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് അങ്ങനെയാണ്. ഈ മുൻഭാഗത്ത് ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് ഇതിൻ്റെ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഈ രമ മാഡം പറഞ്ഞ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ടത് ചെയ്യുമ്പം ഇവിടെയാണ് മാറ്റങ്ങൾ വരുന്നത്. ഫിസിക്കൽ ചേഞ്ചസ് വിൽ ടേക്ക് പ്ലേസ്. അപ്പോൾ പുതിയ പാത്ത് വേസ് ഉണ്ടാക്കുക ചെയ്യുന്നത്. അപ്പോൾ ബ്രെയിനിൽ അത് മാറ്റങ്ങൾ വരും. ബാക്കിയെല്ലാം മനസ്സിലാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നത്. അപ്പോൾ ബ്രെയിനിൽ നമ്മൾ റീവയർ ചെയ്യുന്നത്. അവിടെ റീവയറിംഗ് വിൽ ടേക്ക് പ്ലേസ്. റീവയറിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെർമനന്റ് ആയി, യാതൊരു കാരണവശാലും പോകത്തില്ല. അപ്പൊ അതാണ് ആ ഡ്രീം. അങ്ങനെയാണ് നമ്മുടെ ഡ്രീം സെറ്റ്സ് കറക്റ്റഡ് ആകുന്നത്. അതുകൊണ്ടാണ് പലരുടെയും ഡ്രീമിങ് നടക്കാതെ വരുന്നത്. ഈ ഡ്രീം നമ്മൾ ചെയ്യുമ്പോഴല്ലോ ഇടയ്ക്ക് നമ്മളെ ശല്യപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഈ ഡ്രീമിനെ സ്കാറ്റർ ചെയ്യുന്ന വേറെ തോട്ട്സ് വരും. എടാ, അത് ശരിക്കും നടക്കുമോ? അതിനൊത്തിരി കാരണങ്ങളും അവൻ കണ്ടുപിടിക്കും. കണ്ടില്ലേ, നേരത്തെ ഒരു ഡ്രീമൊക്കെ ചെയ്തിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം കോവിഡ് വന്നില്ലേ, അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലേ, അപ്പോൾ മാറ്റേണ്ടി വന്നില്ലേ. ഇങ്ങനെ ഞാൻ തന്നെ ഇതിനെ ഡിസ്റ്റോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതാണ് ആ ഡ്രീമിങ്ങിൻ്റെ ഒരു തകരാറ്. ഇപ്പം NLP പഠിച്ചു കഴിയുമ്പം, NLP പഠിച്ചവർക്ക് മുഴുവൻ അവർക്ക് ഈ വാക്ക് ഞാൻ ഇന്നലെയാ പുറത്ത് വിടുന്നത്. നേരത്തെ ഞാനത് ഇപ്പം ഏജാമ മേഡം പറഞ്ഞ പോലെ നമ്മൾ ഇതൊക്കെ പണ്ടേ കേട്ടിട്ടുണ്ടെങ്കിലും ഇതെല്ലാം കൂടെ അങ്ങ് പറഞ്ഞു കയറ്റി കഴിഞ്ഞാൽ NLP ഗെറ്റ് കൺഫ്യൂസ്ഡ്. അപ്പോൾ ഇന്നലെ ഞാനൊരു ടോപ്പിക്കൊന്നും കിട്ടാണ്ട് വന്നപ്പോൾ ഇതങ്ങനെ ചർച്ച ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ അത് ചർച്ച ചെയ്തു.
അപ്പൊ ചർച്ച ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തോന്നി ഇത് NLP-കാർ മുഴുവൻ ചെയ്യുന്ന സാധനമാണല്ലോ. അപ്പൊ സിസ്റ്റർ റോസിനെ ഉണ്ടായിരുന്നു, പുള്ളിക്കാരത്തി പറഞ്ഞൊരു കാര്യമാണ്, സാറേ ഞാൻ അങ്ങനെ റിലാക്സ് ചെയ്യും. NLP-ക്കകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഇതൊക്കെ പഠിച്ചേ റിലാക്സ് ചെയ്ത് കഴിയുമ്പം തന്നെത്താൻ ഈ പറഞ്ഞ സംഗതികളൊക്കെ കറക്റ്റായിട്ടുള്ള ലെവലിൽ കൂടെ മനസ്സ് ഉൾക്കൊള്ളുന്നു. അപ്പോൾ ആ റിലാക്സ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ സംഗതി ആ കോഗ്നിഷൻ മെറ്റാ കോഗ്നിഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതൊക്കെ സംഭവിക്കുന്നത്. അപ്പം ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ചർച്ച ചെയ്തിട്ട് കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എല്ലാവർക്കും ഒന്നും ഇത് മനസ്സിലാകണമെന്നുണ്ട്, ഇപ്പോൾ നിർബന്ധമില്ല. ഡോക്ടർ ഏലിയാമ്മ മാഡം ആ ലെവലിൽ എത്തിയ ആളായതുകൊണ്ട് പുള്ളിക്ക് ഇത് പറയാൻ സാധിച്ചു, പുള്ളിക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ എല്ലാവർക്കും മനസ്സിലാകണം നിർബന്ധമില്ല. ഓക്കെ, നമുക്കതങ്ങ് വിടാം. വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചോളൂ. ഈ നാണിച്ചിരുന്ന കാര്യങ്ങളൊന്നും ക്ലിയർ ആകില്ല കേട്ടോ. ആശാരാജാണ് സാറ്. ആശാരാജ്. ഞാൻ ടീച്ചറും കൂടെ ആയതുകൊണ്ട് എനിക്ക് ആ സെന്റൻസ് വളരെ സ്ട്രൈക്ക് ചെയ്തു. നമ്മൾ പഠിക്കുന്നു, പക്ഷെ കുട്ടികൾ ലേൺ ചെയ്തിട്ട് മാത്രമാണ് പഠനം നടക്കുന്നതെന്ന് പറഞ്ഞു. ആ ലേണിംഗ് പ്രോസസ്സിൽ ആ പ്രോസസ്സ് ശ്രദ്ധിക്കേണ്ടതുകൊണ്ടും എല്ലായ്പ്പോഴും ലേണിങ്ങിലേക്ക് പോകുന്നില്ല എന്നും സാറ് പറഞ്ഞു. അപ്പോ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ആ ലേണിങ്ങിലേക്ക് എത്തിക്കുക എന്നുള്ളത് എനിക്ക് അന്നേരം തൊട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അതെ, ഈ കുഞ്ഞു കുട്ടികളുണ്ടല്ലോ, ജനിച്ചു കഴിയുമ്പോൾ മുതൽ, ജനിക്കുമ്പോൾ അന്ന് ആ സമയത്തൊന്നുമില്ല, ഒരു വയസ്സൊക്കെ അല്ലെങ്കിൽ 1.5 വയസ്സ് സംസാരിക്കാറായി കഴിയുമ്പോൾ അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ദേ വിൽ ഷോ ദിയർ ക്യൂരിയോസിറ്റി. അതെന്നതാണ്, ഇതെന്നതാണ്, ഇതെങ്ങനെയാണ്, അതെങ്ങനെയാണെന്നുള്ള ക്യൂരിയോസിറ്റി വരും. ആ ക്യൂരിയോസിറ്റി ഉള്ളത് കൊണ്ടാണ് അവർ പഠിക്കുന്നത്, നമ്മൾ പഠിപ്പിച്ചുകൊണ്ടല്ല. അപ്പോൾ ടീച്ചർ എന്നുള്ളതിന് ആശാ മാഡത്തിന് ചെയ്യാൻ പറ്റുന്നത് ആ കുട്ടികളിൽ ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ കൂടെ കാര്യങ്ങൾ പറയണം. അപ്പോൾ അവർ തന്നെത്താ പഠിച്ചോളും. ആ ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പഠനം എന്ന് പറഞ്ഞത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. ഏതിനും നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ സ്കില്ല് തന്നെത്താൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആ ഒരു മനസ്സോടുകൂടി ഇരുന്നാൽ മതി. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പം ഞാനിത് പറയാൻ കാരണം വെച്ചാൽ ഞാൻ ഈ കുട്ടികൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്, പേരൻറ്റിങ്ങിൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ആ ലെവലിലേക്ക് വന്നു കഴിയുമ്പം നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ എൽഡേഴ്സാണ് കുട്ടികളുടെ ക്യൂരിയോസിറ്റി നശിപ്പിച്ച് കളയുന്നത്. കാരണം നമുക്ക് ക്ഷമയില്ലല്ലോ. ഒന്ന് ചോദിച്ച് രണ്ടാമത് ചോദിച്ചിട്ട് ഉടനെ നമുക്ക് ദേഷ്യം വരും. കാരണം നമുക്കിതെല്ലാം അറിയാം. കുട്ടിയോടത് പറഞ്ഞാൽ കുട്ടിയുടെ തലയിൽ കയറിയല്ലോ. ഒരു കുട്ടിയെന്ന് പറയണ്ടേ, എൻ്റെ മകള് ചോദിച്ചത് 2-2.5 വയസ്സായപ്പം എന്നോട് ചോദിച്ചു, ഈ സൂര്യൻ എന്തിനാ ഈ പടിഞ്ഞാട്ട് പോണതെന്നും അവൻ എന്തുകൊണ്ട് കിഴക്കോട്ട് പോയിക്കൂടാ. അങ്ങനെയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അത്രയും പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഇതൊക്കെ ചോദിക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പം ആ കുട്ടിയോട് എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുന്ന? സൂര്യന് കിഴക്ക് ഉദിക്കുന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇപ്പം എന്തുകൊണ്ട് അയാൾക്ക് പടിഞ്ഞാറ് ഉദിച്ചുകൂടാ? സത്യത്തിൽ അത് പറയുകയാണെങ്കിൽ വളരെ വിശദമായിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല. ഈ പടിഞ്ഞാറ് കിഴക്കെന്നൊക്കെ പറഞ്ഞ വാക്കുകൾ ഞാനല്ലേ ഉണ്ടാക്കിയത്. ആക്ച്വലി സൂര്യൻ അങ്ങനെ വല്ലതും ഉണ്ടോ? ഭൂമിക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ? നമ്മൾ ചില വാക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ വാക്കുകളിൽ കൂടെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് വേർഡ്സാണ്. സത്യത്തിൽ വേർഡ്സ് ഇല്ല. വി ആർ ക്രിയേറ്റിംഗ് വേർഡ്സ്. ഒരു മരം എന്ന് പറയുമ്പം മലയാളത്തിൽ മരം എന്ന് പറയും. ഒരു ഇംഗ്ലീഷുകാരോട് മരം എന്ന് പറഞ്ഞാൽ അതിന് എന്തെങ്കിലും കാണുമോ? ഒന്നുമില്ല. ഒരു മലയാളിയോട് മരം എന്ന് പറയുമ്പോൾ തന്നെ അവൻ്റെ മനസ്സിൽ ആ മരത്തിൻ്റെ പിക്ചറോ. അപ്പം മലയാളിയുടെ മനസ്സിൽ വരികയാണെങ്കിൽ ഞാനും മനുഷ്യനാണ്, സായിപ്പും മനുഷ്യനല്ലേ, അദ്ദേഹത്തിൻ്റെ മനസ്സിലത് വരേണ്ടതല്ലേ. അപ്പം എവിടെയാ പ്രോബ്ലം കിടക്കുന്നത്? വേർഡില്ല. ഇപ്പം വേർഡാണ് നമുക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മുഴുവൻ. വി ആർ ക്രിയേറ്റിംഗ് വേർഡ്. അപ്പം എല്ലാത്തിൻ്റെയും കാരണക്കാരാരാണ്? നമ്മളാണ്. നമ്മൾ ചില വേർഡ് പല സംഗതികളും ഉണ്ടാക്കി വെച്ചിട്ട് എന്തിനാണ്? നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. രൂപം നമ്മളല്ലേ ഉണ്ടാക്കിയത്. നമ്മളെല്ലാ ഗ്രന്ഥത്തിലും പഠിക്കുന്നുണ്ട്
ആർക്കാ? രൂപം ഇല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുകളിലുള്ള പാർട്ടിക്ക് ദൈവം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, രൂപം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എല്ലാവരും രൂപം വരച്ച് ആ രൂപം ഇങ്ങോട്ട് അടിച്ച് കേൾപ്പിക്കുന്നു. ആ രൂപമാണ് പ്രശ്നം. ആ രൂപത്തിൽ എന്തെങ്കിലും കോട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വെട്ടായി, കുത്തായി, വെടിവെപ്പായി, റൈറ്റായി. അപ്പൊ ആരാ പ്രശ്നക്കാരൻ? നമ്മുടെ ക്രിയേഷൻ. ശരിക്കുള്ള ക്രിയേഷൻ ഒരു പ്രശ്നവുമില്ല. ഭൂമി എങ്ങനെ ഇരിക്കുന്നോ, കാലാവസ്ഥ എങ്ങനെ ഇരിക്കുന്നോ, തണുപ്പുണ്ടോ, ചൂടുണ്ടോ, മഴയുണ്ടോ, ഇതെല്ലാം ഉണ്ട്. എന്നാലും മഴ വന്നു കഴിയുമ്പം ആദ്യം നമ്മൾ അയ്യോ മഴ പെയ്ത് എന്തൊരു സ്നേഹമാണ് മഴയ്ക്ക് വേണ്ടിയിട്ട്. രണ്ട് മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതെന്തോ ഒരു നശിച്ച മഴ, തീർന്നു. പാവം മഴ എന്ത് ചെയ്തു? മഴയ്ക്ക് അന്നേരം സൗകര്യം കിട്ടിയത് എല്ലാം കുടത്തോടെ അങ്ങ് ഒഴിച്ചു കൊടുത്തു. അപ്പൊ നിങ്ങൾക്കത് കൂടുതലായിട്ട് തോന്നി. നിങ്ങളുടെ കറക്റ്റ് ആവശ്യം എങ്ങനെയാന്ന്, മഴ എങ്ങനെയാന്ന് അറിയുന്നത്. കാലാവസ്ഥ ഇതുപോലെ തന്നെ. ഇപ്പൊ നമ്മുടെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട് കേട്ടോ, നോർത്ത് പോളിൽ ജോലി ചെയ്യുന്ന ഒരാൾ. അപ്പൊ ഞാൻ ഇന്നലെ അവരോട് വിളിച്ചായിരുന്നു. അത് പുള്ളിക്കാരത്തി ഉണ്ട്, അത് ഇനി അടുത്ത ക്ലാസ്സിൽ പുള്ളി ജോയിൻ ചെയ്യും. പക്ഷേ ഇവിടെ ഈ സൂം ഒന്നും അത്ര കറക്റ്റായിട്ട് കിട്ടിയത്. അപ്പം വീഡിയോ ഒക്കെ എടുത്ത് വാച്ച് ചെയ്തോളാന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവരോട് ചോദിച്ചാൽ പറഞ്ഞു 6 മാസം ഇപ്പം അവിടെ രാത്രിയാന്ന്. പകലില്ല. അപ്പൊ അതിൻ്റെ പേരിൽ രാത്രിയോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? നീ എന്നാ ഇങ്ങനെ ഫുൾ ടൈം രാത്രിയായിട്ടിരിക്കുന്നു? അങ്ങനെയാണ് പ്രപഞ്ചത്തിന്റെ ഘടന. എന്തുകൊണ്ടാണ് ഈ അച്യുതണ്ട് ഇങ്ങനെ ചെരിഞ്ഞിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ ഉത്തരം ആരാ പറയുന്നത്? അപ്പൊ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഉത്തരം നമ്മൾ കണ്ടുപിടിക്കുന്നത് മാത്രം. വിച്ച് വിൽ സാറ്റിസ്ഫൈ യു. മനുഷ്യരുടെ മുഴുവൻ ക്യൂരിയോസിറ്റിയുടെ ഒരു തകരാറ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള, അവർക്ക് സന്തോഷം തോന്നുന്ന ഒരു ഉത്തരം അവർക്ക് കിട്ടണം. ആ ഉത്തരം കിട്ടാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, എലിയമ്മ മേഡം പറ. അവർ എക്സ്പ്ലോറർ ആയതുകൊണ്ട് പിന്നെയും അല്ലല്ല, നമ്മളൊരു മണ്ടത്തരം കാണിക്കും. ആ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഞങ്ങൾ പറഞ്ഞേക്കാം, നമ്മളിവിടെ ക്ലാസ്സൊക്കെ ചിലപ്പോൾ ഹയർ ലെവലിലേക്ക് പോകും. അപ്പൊ ഇനി പറയുന്നതൊക്കെ നിങ്ങൾ മായ്ച്ചു കളഞ്ഞു വെച്ചാൽ മതി, എടുക്കണ്ട. അപ്പൊ എടുക്കാൻ പറ്റാത്തവർ എടുക്കണ്ട. അതിന്റെ പേരാണ് വിശ്വാസം. ഓക്കെ. ഞാനിങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് അങ്ങനെ അങ്ങ് എടുക്കാം. വിശ്വാസമുള്ള വാക്ക് വിട്ടാലേ നമുക്ക് അങ്ങനെ അങ്ങ് എടുക്കാം അല്ലേ? ഓക്കെ, റെഡിയാണല്ലോ. ഓക്കെ, ഇനി എതിർപ്പൊന്നും പറയാതെ, ഒരു എതിർപ്പും പറയാതെ. ഇനി നീ എതിർപ്പ് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് പുറത്താകാം കേട്ടോ. സമ്മതിച്ചോ? സമ്മതിച്ചു. ഇങ്ങനെയാ സമൂഹം നടക്കുന്നത്. ഒരസംഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ജീവിക്കുന്ന അസംഷന്റെ മുകളിലാണ്, ഒരു ധാരണയുടെ മുകളിൽ. എന്തിനാന്ന് വെച്ചാൽ ദാറ്റ് ഈസ് സേഫ്, സൈക്കോളജിക്കലി സേഫ് ആണ്. ഈ ഒരു കാര്യം നമ്മളെപ്പോലുള്ളവർ മനസ്സിലാക്കിയിരിക്കണം. അത്രയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ കാര്യങ്ങൾ എടുത്തിരിക്കുന്നത്? നമുക്ക് ഒരു സേഫ്റ്റി ഫീലിംഗ് ഉണ്ടാകും. കാരണം നമുക്ക് 99.9% സംഗതികളെ അറിയാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അറിയാണ്ട് ജീവിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ആങ്സൈറ്റി വരും. അതുകൊണ്ട് നമ്മൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് പറയും, നമുക്ക് ഇങ്ങനെ അങ്ങ് എടുക്കാം അല്ലേ? ഓക്കെ, എടുക്കാം. എടുത്തല്ലോ. ഓക്കെ, ഇനി മറുചോദ്യം ഒന്നും എന്നോട് ചോദിച്ചേക്കരുത്. ചോദിച്ചു കഴിഞ്ഞാൽ നീ പുറത്താ. എന്നോട് നമ്മൾ കറങ്ങുന്ന സമൂഹത്തിൽ പല ആൾക്കാരും നമ്മുടെ ഈ ഫീൽഡിലുള്ളതായതുകൊണ്ട്, താല്പര്യമുള്ളത് കൊണ്ട് പ്രൈവറ്റായിട്ടൊന്ന് ചോദിക്കും, സാറേ ഞങ്ങളെപ്പോലെ ഒന്നും അല്ലല്ലോ ഇപ്പം നമ്മുടെ മക്കള്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിക്കുക. അപ്പം ഞാൻ അവരോട് എന്ത് പറയും? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അവരോട് എൻ്റെ അടുത്ത് വരാൻ പറ, ഞാൻ പറഞ്ഞോളാം. കാരണം അവരോട് പറയേണ്ട രീതി കൂടെ പറയണം. അല്ലെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ കലവുണ്ടാകും. നിങ്ങൾ അവനെ അല്ലെ അവളെ ഔട്ട്കാസ്റ്റ് ചെയ്യും. നമ്മളീ കാണുന്ന എല്ലാം നമ്മൾ ഉണ്ടാക്കിയതല്ലേ? ഈ സമൂഹത്തിൽ കാണുന്ന എല്ലാ ഇടപാടുകളും നമ്മൾ ഉണ്ടാക്കിയാണ്. സോ വി ക്രിയേറ്റഡ് എവറിത്തിങ്. ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിയേഷൻ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് നടക്കുന്നത്? ചിന്തകൾ കൊണ്ട്. ചിന്തിക്കാതെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയല്ലോ.
അപ്പൊ ഈ പറഞ്ഞ വിശ്വാസം എന്ന് പറഞ്ഞ സാധനം ചിന്തയാ, ചിന്തിച്ചിട്ടുണ്ടാക്കിയതാ. നമുക്ക് ഇങ്ങനെ അങ്ങ് ചിന്തിച്ചാലോ, അതിനെ നമുക്കങ്ങ് പറയാം, ഇതാ ഇങ്ങനെയാണെന്നങ്ങ് പറയാം, നാളെ മുതൽ നമുക്ക് ഇങ്ങനെ അങ്ങനെ ഒരു 100 അല്ലെങ്കിൽ 1000 കൊല്ലം അല്ലെങ്കിൽ 10,000 കൊല്ലങ്ങൾക്ക് മുമ്പ് അന്നത്തെ ബുദ്ധിമാന്മാരങ്ങ് ആലോചിച്ചിട്ട് പറയും. കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഹയർ ലെവലിൽ ആരും ചിന്തിക്കാറല്ലോ. കാരണം ചിന്തിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാകട്ടോ. നിങ്ങളൊന്ന് വിചാരിച്ചു, ചിന്തിക്കാൻ സാധാരണ മനുഷ്യർക്ക് പറ്റത്തില്ല, ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ. ഞാൻ പറയുന്നതൊന്ന് ചിന്തിക്കാവോ? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ദേഷ്യം വന്ന് നിൽക്കും, ആരെങ്കിലും നിങ്ങളെ പറ്റിച്ചു അല്ലെങ്കിൽ ചതിച്ചു അല്ലെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും വാക്ക് വ്യത്യാസം ചെയ്തു, അപ്പം നിങ്ങൾക്ക് സ്വതവേ അയാളുടെ ദേഷ്യം തോന്നുമല്ലോ. ദേഷ്യവും സങ്കടം എന്തെങ്കിലും ഫീലിംഗ് വരുമല്ലോ. അതാണിപ്പം നോർമലി നമുക്കൊക്കെ വരുന്ന ചിന്ത. അവൻ എന്നെ പറ്റിച്ചല്ലോ, എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത്, ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല, ഞാൻ കൊടുത്തിട്ടിപ്പോൾ അവൻ പറയുന്നത് മേടിച്ചിട്ടില്ലെന്നാ പറയുന്നത്. പിന്നെ അവനോട് മിണ്ടിയാൽ അവൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നമ്മുടെ മുഖം അങ്ങ് കറക്കും, അല്ലെങ്കിൽ തുറിച്ചു നോക്കും. ഇതിനാണ് ദേഷ്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കും. പിന്നെ ഞാൻ പറയാണ്, നീ വേറെ തരത്തിൽ ചിന്തിച്ചേ. അതിനെ ചിന്തിക്കാമല്ലോ. ഞാൻ പറയുന്നവരെ ചിന്തിക്കണം. അവൻ മറന്നുപോയി കാണുമായിരിക്കും എന്നങ്ങ് ചിന്തിച്ച്. അതെങ്ങനെയാ ചിന്തിക്കുന്നത്? അല്ല, നീ മുമ്പേ പറഞ്ഞില്ല ഏത് വേണമെങ്കിൽ ചിന്തിക്കാന്ന് പറഞ്ഞു, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതൊന്നും ചിന്തിക്കാൻ പറ്റിയല്ല. കാരണം അവനറിയാം അവനെന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഓനൊക്കെ ശരിയാണ്. നിന്റെ ദേഷ്യം എന്ന് പറയുന്ന സംഗതി ഇപ്പൊ പോകണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ മതി. സംഗതി സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് 10 പൈസയുടെ നഷ്ടമുണ്ടോ? പോയ കാശ് നിങ്ങളിപ്പോൾ 1000 രൂപ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ 1000 രൂപയും പോയില്ലേ? അതിനു പുറമെ നിങ്ങളുടെ മനസ്സും നഷ്ടപ്പെട്ടു പോയില്ലേ? മനസ്സെന്ന് പറയുന്നത് ശാന്തമായിട്ടിരിക്കുന്ന മനസ്സാണ് മനസ്സെന്ന് പറയുന്നത്. ഇപ്പൊ എന്തായി? ശാന്തതയെല്ലാം പോയില്ലേ? പീസ് ഓഫ് മൈൻഡ് പോയില്ലേ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രീം ചെയ്യാൻ പറ്റുമോ? ഡ്രീം ചെയ്യുമ്പോൾ മനസ്സ് ശാന്തമല്ലല്ലോ. അപ്പൊ എവിടെയാ ഡ്രീം ഉണ്ടാകുന്നത്? അപ്പൊ ഈ മെറ്റാകോഗ്നിഷൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മനസ്സ് ശാന്തമാകണം. അതാണെന്ന് സിസ്റ്റർ റോസിന പറഞ്ഞത്. മനസ്സ് ശാന്തമായി കഴിയുമ്പോൾ ചിന്തകളെ പറ്റി ചിന്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ എങ്ങനെയാ നിങ്ങൾ ചിന്തകളെ പറ്റി ചിന്തിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന മുഴുവൻ വേറെ ചിന്തകളാണ്. ഞാൻ നിങ്ങളെന്നുള്ള വാക്ക് ഉപയോഗിക്കും, നിങ്ങൾ ഐ ആം സോറി ഫോർ ദാറ്റ്. ഞാനങ്ങനെ അധികം ചെയ്യാറില്ല. ഇപ്പം എന്നീ കുറേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അന്നേരം ഞാനത് കറക്റ്റ് ചെയ്യും. അങ്ങനെ കറക്റ്റ് ചെയ്തിപ്പോൾ കറക്റ്റ് ചെയ്യാനൊന്നുമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് അത് കറക്റ്റഡ് ആകുകയായിരുന്നു. അത് ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കാലയിലോട്ട് ഒരു പാർട്ടി ചൂട് ചായ കൊണ്ടുവന്ന് ഒഴിച്ച പോലെയൊക്കെയാ തോന്നുന്നത്. ഒഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ചിരിയാ വന്നത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ചിലർ വണ്ടി ബ്ലോക്ക് ഇങ്ങനെ മുമ്പിൽ തന്നെ വണ്ടി ഓടിക്കും, കയറ്റി പിടിക്കുക. അപ്പോൾ എനിക്ക് ഉള്ളിൽ ചിരിയാ വരുന്നു. പക്ഷെ ബാക്കി വണ്ടി ഇരിക്കുന്നവർക്ക് ദേഷ്യം വരും. എന്ന് പറഞ്ഞാൽ ചിരിക്കാന്ന് പറഞ്ഞാൽ ഫീൽ ഓക്കെ, ഇതിനിപ്പോൾ എന്നെ കുഴപ്പമിരിക്കുന്നു. അയാൾക്ക് ഈസ് ഗെറ്റിംഗ് എ ഫൺ ഔട്ട് ഓഫ് ദാറ്റ്, സോ ഐ ആം ഓൾസോ ടേക്കിംഗ് എ ഫൺ ഔട്ട് ഓഫ് ദാറ്റ്. അവന് എന്നെ ഇച്ചിരി ബുദ്ധിമുട്ടിച്ചിട്ട് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ എനിക്കും സന്തോഷം എടുത്തുകൂടെ? വൈ ഷുഡ് ഐ ലൂസ് ദാറ്റ്? ആ വാശിക്ക് ഞാനും സന്തോഷിക്കും. എങ്ങനെയാണ്? അപ്പോൾ കുറച്ച് കഴിയുമ്പം ഈ ഹയർ ലെവലിലെ മെറ്റാകോഗ്നിഷനിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ചേഞ്ചസ് വിൽ ബി ടേക്കിംഗ് പ്ലേസ് ഇൻ യു. ഇതാണ് അതിനകത്ത് ഒരു നല്ല കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നാളെ നടക്കുന്ന ക്ലാസ്സിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നാളത്തെ ക്ലാസ്സിൽ കയറാം. ഈ ഗ്രൂപ്പിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ഗ്രൂപ്പിൽ ഇല്ലാത്തവരാണെങ്കിൽ എന്നെ വിളിച്ച് ചോദിച്ചാൽ മതി. ഐ വിൽ സെൻഡ് യു ദ ലിങ്ക്. നാളെ ബേസിക് കോഴ്സാണ്. പറഞ്ഞോ. NLP ബേസിക് ആണോ നാളെ തുടങ്ങുന്നത്? NLP ബേസിക് കുറെ കാലമായി ഇപ്പം നടത്തിയിട്ട്. കാരണം എല്ലാവരും ഒരു വെക്കേഷൻ മൂഡിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പലരോടും ചോദിക്കുമ്പോൾ സാറേ ഇപ്പം സ്കൂൾ തുറക്കാൻ പോവുക, അതിൻ്റെ തിരക്കിലാണ്, അല്ലെങ്കിൽ പെരുന്നാളാ അതിൻ്റെ തിരക്കാണ് എന്നൊക്കെ പറയും. എങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവന്നിട്ട് ഈ ആഴ്ച ഏതായാലും
ഒരാളെ ഉണ്ടെങ്കിലും രണ്ടുപേരെ ഉണ്ടെങ്കിലും നമ്മളങ്ങ് നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു. റിപ്പീറ്റ് ചെയ്യാൻ ചില ആൾക്കാരുണ്ട്, പിന്നെ ഫ്രഷായിട്ടും കുറച്ച് പേര് വന്നിട്ടുണ്ട്. ഒരു 8-10 പേരുണ്ടെങ്കിൽ ഒരു ഫണ്ണായിരിക്കും. പിന്നെ NLPയിൽ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, NLP കൊണ്ട് ഒത്തിരി ഗുണങ്ങൾ എന്നാന്ന് വെച്ചാൽ നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഫിസിക്കലായിട്ടുള്ള അസുഖത്തിൻ്റെ ഏതാണ്ട് 100% മനസ്സ് റിലേറ്റഡ് ആണ്. അപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പം ക്യാൻസറിൻ്റെ കാര്യം ചോദിച്ചു, സാറേ അതെങ്ങനെയാണ് മൈൻഡ് റിലേറ്റഡ് ആകുന്നത് വെച്ചാൽ, ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽസിൻ്റെ അധികമായിട്ടുള്ള ഗ്രോത്ത്, അതാണ് ക്യാൻസർ എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെ ശരീരത്തിൽ ഈ ക്യാൻസർ സെൽസ് ഉണ്ടെന്നാണ് ഇപ്പം എല്ലാവരും പറയുന്നത്. എന്തുകൊണ്ട് ചിലരുടെ മാത്രം ഗ്രോ ആകുന്നു, എല്ലാവരുടെയും ആകുന്നില്ല? അതിൻ്റെ കാരണം ഇതാണ്, മനസ്സ് ശാന്തമല്ല. കാരണം മനസ്സാണ് നമ്മുടെ സിസ്റ്റത്തിനെ മുഴുവൻ ഓടിക്കുന്നത്. അപ്പോൾ ഈ ഓവർ ഗ്രോത്ത് ചില ഭാഗത്തൊക്കെ ഉണ്ടാകും, ചില ഭാഗത്ത് ഗ്രോത്ത് ഉണ്ടാകില്ല. അതെല്ലാം മനസ്സിനുണ്ട്. മനസ്സ് ശാന്തമായിട്ടിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൻ്റെ ഫങ്ഷനിങ് പ്രോപ്പർലി നടക്കൂ. ഈ ഗ്യാസ് ട്രബിളൊക്കെ ഉണ്ടാകുന്ന അങ്ങനെയല്ലേ? മുട്ടിന് വേദന, തലവേദന. ഇപ്പം നിങ്ങൾക്ക് തലവേദന ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഇപ്പം മാറ്റിത്തരാം. ഇപ്പം നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വേദന ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അത് മാറ്റിത്തരാം. പിന്നെ വേറൊരു കാല് മുറിയുമ്പം, കൈ മുറിയുമ്പോൾ, ഉറുമ്പ് കടിക്കുമ്പോൾ ഒക്കെ നിങ്ങൾ വേദന ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ, അതൊന്നും സത്യത്തിൽ വേദനയല്ല. ഇറ്റ്സ് എ ലാംഗ്വേജ് ബിറ്റ്വീൻ ദാറ്റ് പാർട്ട് ആൻഡ് ദ ബ്രെയിൻ. അത് വേദനയാണെന്ന് നിങ്ങൾ പേരിട്ടിരിക്കുന്നതുകൊണ്ടാണ്. ഇറ്റ്സ് എ സിഗ്നൽസ് ഗിവൺ ടു ദം. സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സിഗ്നൽ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ഒന്ന് കൊടുത്താൽ മതി. പക്ഷെ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് റെക്കോർഡഡ് ദെയർ. അത് നിങ്ങൾ റീപ്ലേ ചെയ്യുന്നതാണ് വേദന എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ സയൻസ്, അതിൻ്റെ സൈക്കോളജി, അല്ലെങ്കിൽ അതിൻ്റെ നോളജ് തലത്തിലുള്ള. ഇത്രയും മനസ്സിലായാലും മതി കേട്ടോ. നിങ്ങളുടെ കയ്യോ കാലോ മുറിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തലവേദനയൊക്കെ എടുക്കുമ്പം, ഇത് ശരിക്ക് ബ്രെയിനിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണല്ലോ ഇവിടെ എന്തോ തകരാറുണ്ടെന്ന്. ഇപ്പം ഞാനിട്ടതാണല്ലോ പേര്. ഇത് വേദനയല്ല, ഇറ്റ്സ് എ ലാംഗ്വേജ് ഗോയിങ്. ഇത്രയും നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ, മനസ്സിലായി കഴിയുമ്പോൾ തന്നെത്താൻ വേദന കുറയും. നമ്മുടെ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ലാക്ക് ഓഫ് നോളജാണ്. ഫിസിക്കൽ ഇഷ്യൂ ആയാലും മെൻ്റൽ ഇഷ്യൂ ആയാലും. അപ്പം ആദ്യം നമ്മൾ ആ നോളജിലേക്ക് പോവുക എന്നുള്ളതാണ്. പേടി എന്ന് പറയുന്നത് ലാക്ക് ഓഫ് നോളജാണ്. പാമ്പിനെ കാണാൻ കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പേടി ലാക്ക് ഓഫ് നോളജാണ്. ഇടിവെട്ടുക എന്ന് പറയുന്ന പേടി ലാക്ക് ഓഫ് നോളജാണ്. എല്ലാം ലാക്ക് ഓഫ് നോളജാണ്. അപ്പം ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് നോളജാണ്. ആ നോളജ് തലത്തിലേക്ക് we have to change. അപ്പം നോളജ് കൊണ്ട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ചേഞ്ചസ് വിൽ ടേക്സ് പ്ലേസ് ഇൻ യുവർ ബ്രെയിൻ. അപ്പോൾ പുതിയ എന്ന് പറഞ്ഞാൽ റീവയറിങ് വിൽ ടേക്സ് പ്ലേസ്. ബ്രെയിൻ്റെ അകത്ത് പുതുതായിട്ട് ബ്രെയിനിലെ സെൽസൊക്കെ ഉണ്ടാവും. അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്.